തയ്യൽ തൊഴിലാളി ക്ഷേമനിധി റിട്ടയർമെന്റ് വന്ന അപാകത AKTA ജനസമ്പർക്ക പരിപാടിയിലൂടെയും അല്ലാതെയും നടത്തിയ ഇടപെടലിൽ കൂടി സർക്കാരിന്റെ ശ്രദ്ധയിൽ വരികയും ഇത് പരിഹരിക്കുവാൻ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുമുണ്ടെന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് 30-ാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദർശന ബിൽഡിംഗ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, നെടുങ്കണ്ടം. കുമളിയിൽ നടന്ന ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു സംഘടന നേടിയെടുക്കാവുന്ന പരമാവധി കാര്യങ്ങൾ സംഘടനയുടെ അംഗങ്ങൾക്കും സാമൂഹ്യ പ്രതിബദ്ധതയിലും പൂർത്തീകരിക്കാൻ ചെയ്യുവാനും ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കക്ഷി രാഷ്ട്രീയ ജാതിമത വർഗവർണ്ണ ചിന്തകൾക്ക് അപ്പുറത്തോട്ട് ഒരു യൂണിറ്റിയായി ഇതിനെ നിലനിർത്തി കൊണ്ടുപോകാൻ സംഘടനാ നേതൃത്വം കാണിച്ച പാഠമാണ്. അത് ചെറിയ തോതിലല്ല, അതിൻ്റെ മാറ്റം വർദ്ധിപ്പിക്കുന്നുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള നിരവധി ചർച്ചകൾ, ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഇത്തരം ചർച്ചകളുടെ എല്ലാം ഭാഗമായിട്ടാണ് ഒരുപക്ഷെ ക്ഷേമനിധി പോലെ രൂപം കൊടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത്. അടിസ്ഥാനപരമായ ഒരു വിഷയം പരിഹരിക്കാൻ വേണ്ടി നിലനിൽപ്പിനാധാരമായ ഒരു വിഷയത്തെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞ ഒരാശയം കൂടി സമ്മാനിക്കാൻ കഴിഞ്ഞ സംഘടനയാണ് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തൊഴിലാളികൾ അതോടൊപ്പം സർക്കാർ ഒരുമിച്ച് ചേർന്നുള്ള ഒരു സംരക്ഷണ നിയമം രൂപപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അത് ഈ വർത്തബോധത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ ഈ നാടിൻ്റെ സർവോന്മുഖമായ മാറ്റങ്ങളിൽ നിന്നൊക്കെ പങ്കുചേരാൻ അവസരം ഒരുങ്ങുകയായിരുന്നു എന്നുള്ളതും മാറ്റിവെക്കാവുന്ന കാര്യമല്ല. ഇന്ന് കേരളത്തിൻ്റെ അങ്ങോളമായി ഒട്ടേറെ ആൾക്കാർ ഇവിടെ വരികയും പ്രാതിനിധ്യ സ്വഭാവത്തോടെ ഇടപെടുകയും ചെയ്യും. അതോടൊപ്പം ഈ രംഗത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള ചാർട്ടർ ടെസ്റ്റ് രൂപപ്പെടുത്താൻ ഏകദേശം 2006 കൂടി നിങ്ങൾ നടത്തിയ പരിശ്രമം വിജയിച്ചു. അതാണ് സാമൂഹിക പ്രതിബദ്ധതയുടെ മറ്റൊരു ഭാഗം. അത് ഏറ്റെടുക്കുവാനും നടപ്പിലാക്കുവാനും വ്യക്തിഗത സംഘടനാപരമായ കാര്യങ്ങൾ മാത്രം പോരാ, ഏതൊരാളെയും സഹായിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുഖം കയറാൻ കഴിയുമെന്നുള്ളത് ചെറിയ തോതിൽ തുടക്കം കുറിച്ചെങ്കിലും പ്രതിവർഷം ഞാൻ മനസ്സിലാക്കുന്ന 10 കോടി രൂപയിലേറെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനും നിർവഹിക്കുവാനും സാധിക്കത്തക്ക കേരളത്തിലെ എണ്ണപ്പെട്ട ബൃഹത്തായ ഒരു സംഘടനയായി സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ക്ഷേമനിധി റിട്ടയർമെന്റ് വന്ന അപാകത പരിഹരിക്കുവാൻ വേണ്ടി AKTA എന്ന സംഘടന സർക്കാരിന്റെ ജനസമ്പർക്ക പരിപാടിയിൽ ഉൾപ്പെടെ നിരവധി സമരത്തിൽ കൂടി ഈ കാര്യങ്ങൾ അറിയിച്ചത് അഭിനന്ദനാർഹമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. AKTA 25-ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള സംസ്ഥാന കൺവെൻഷനാണ് കുമളി 1-ാം മൈൽ മലങ്കരപ്പള്ളി വക സഹ്യജ്യോതി ഓഡിറ്റോറിയത്തിൽ നടന്നത്. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KS സോമൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി NC ബാബു പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ G കാർത്തികേയൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. MK പ്രകാശൻ, G സജീവൻ, S സതികുമാർ, AS കുട്ടപ്പൻ എന്നിവർ സംസാരിച്ചു. 14 ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 360 പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുത്തു. അസോസിയേഷൻ നേതാക്കളായ ജില്ലാ പ്രസിഡന്റ് KV രാജു, സെക്രട്ടറി B മനോഹരൻ, TK സുനിൽകുമാർ, കുമളി ഏരിയ സെക്രട്ടറി VJ ജോർജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇടുക്കി ലൈവ് ന്യൂസ്, കുമളി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. ഹായ്, എൻ്റെ പേര് നിവ്യ. ഞാൻ 20 ഏക്കർ അൽഫോൺസ ലാബിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പഠിച്ചത് നെടുങ്കണ്ടം കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. ഹായ്, ഐ ആം തസ്നിമ. ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ടം നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി. ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഹായ്, ഞാൻ അരുണിമ. നെടുങ്കണ്ടം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത്. പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജക്കാട് SN ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. ഹായ്, ഞാൻ അമർദീന്ദു. ഞാൻ വർക്ക് ചെയ്യുന്നത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലാണ്. എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹായ്, ഞാൻ ഗ്രീഷ്മ. എൻ്റെ വീട് തൂക്കുവാലാണ്. ജോലി എന്നത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹായ്, എൻ്റെ പേര് കെസിയ. ഞാൻ കുമളി ശില്പ ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ കോൺഫിഡൻസിലാണ് പഠിച്ചത്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ബാച്ചിൽ പഠിച്ച എല്ലാ കൂട്ടുകാർക്കും ജോലി കിട്ടി എന്നുള്ളതാണ്. പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ജോലി ഉറപ്പ്. കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഡിപ്ലോമ കോഴ്സുകൾ. ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ഫാർമസി അസിസ്റ്റന്റ്,
19-ാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദർശന ബിൽഡിംഗ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, നെടുങ്കണ്ടം.